ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ എടുത്തേ ഉള്ളൂ. 55,500 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. ജസ്റ്റ് ഒരു 105 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ഗ്രീൻ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ വന്നിട്ട് നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. നമ്മളുടെ എൻട്രി വന്നിട്ട് ഈ ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ്. എല്ലാവർക്കും ഇപ്പം അറിയാത്തവർക്കും പുതിയ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മളുടെ എൻട്രി വന്നിരിക്കുന്നത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ്. ജസ്റ്റ് ഇതൊരു 40 പോയിൻറ്റ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രെയിൽ ചെയ്യാം. കാരണം ഓവറോൾ എനിക്ക് മാർക്കറ്റ് താഴത്തോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു എനിക്ക് തോന്നുന്നത് അത്രയും ഒരു ടൈമും വരെ ചിലപ്പം പോയില്ല എന്നും ഇരിക്കാം. കാരണം ഒരു അപ്സൈഡ് മൊമെൻ്റത്തിനുള്ള ഒരു ചാൻസും കൂടെ കാണുന്നുണ്ട്. സോ അതാണ്. ഇപ്പോൾ ഏതായാലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഈ ക്യാൻഡിലിൻ്റെ ഹൈയിൽ സോറി പനിയായിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ചുമ വരുന്നത്. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഓക്കെ, നമ്മളുടെ എൻട്രി പോയിൻ്റ് എക്സാക്ട്ലി ഈ ഒരു ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നമ്മളുടെ എൻട്രി എടുത്ത്. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഹൈയെ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. നമ്മൾ അതിൻ്റെ ഏകദേശം ബ്രേക്ക് ഔട്ടിലാണ് നമ്മളുടെ ട്രേഡിൽ നമ്മൾ എൻട്രി എടുത്ത്. ആ ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ റിജക്ഷൻ ക്യാൻഡിലിൻ്റെ ലോയിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വയ്ക്കാം. ജസ്റ്റ് ഒരു 28-29 പോയിൻറ്റ്സ് 30 അടുപ്പിച്ചുള്ളൊരു പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇപ്പോൾ ചെറിയൊരു 1000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു താഴത്തോട്ട്, ഇനി നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താഴത്ത് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. നമുക്ക് താഴത്തോട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കുക, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് നമുക്ക് ഏതായാലും മാർക്കറ്റ് അവിടെ നിന്ന് തിരിയുന്ന പോലൊരു ഇതുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാം. 304ഉം 305 ട്രിഗർ വന്നിട്ട് 305. ഇപ്പോൾ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 304ഉം ട്രിഗർ വന്നിട്ട് 305. ഇപ്പോൾ ഒരു 336 റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ എക്സാക്ട്ലി നമ്മളുടെ ഡിസൈഡ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ആണ് വച്ചിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ വേണമെങ്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പം ഓക്കെ, വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ അപ്സൈഡ് ആക്കിയേക്കാം. ഏതായാലും തിരിയുവാണെങ്കിൽ ക്യാൻഡിലിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ചിലപ്പോൾ താഴത്തോട്ടായിരിക്കും. ഏതായാലും അപ്പോൾ ഒരു പോയിൻ്റ് കൂടുതൽ രക്ഷപ്പെടാം. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്, മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ വീണ്ടും തിരിച്ച് അത്യാവശ്യം 1000+ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും തിരിച്ച് നമ്മുടെ കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് അടുത്തൊരു ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. എൻ്റെ വൈഫൈ കുറച്ച് പ്രശ്നമാണ്. അതാണ് എനിക്ക് ഫസ്റ്റ് ട്രേഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. അത് കുറച്ച് റെക്കോർഡിംഗ് മിസ്സായിപ്പോയി. ഫസ്റ്റ് ട്രേഡിൽ നമ്മുടെ ലോസാണ് ബുക്ക് ചെയ്തത്. ഒരു 2900 ഏകദേശം ഒരു 3000 അടുപ്പിച്ച് ലോസാണ് ബുക്ക് ചെയ്തത്. അത് പക്ഷേ കുറച്ച് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം വൈഫൈ കുറച്ച് എന്തോ പറ്റിയാന്ന് തോന്നുന്നു. വൈഫൈയുടെ ഇഷ്യൂ കാരണം എനിക്കത് ഫുള്ള് റെക്കോർഡായില്ല. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് നമ്മളുടെ സ്റ്റോപ്പ് ലോസാണ് ഹിറ്റ് ചെയ്തത്. സെക്കൻഡ് ട്രേഡ് ഒരു 55,400 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. മാർക്കറ്റ് ഓവറോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ എടുത്തപ്പോൾ തന്നെ ചെറിയൊരു നെഗറ്റീവ് റൺ ചെയ്യുന്നുണ്ട്. 55,400 കോൾ ഓപ്ഷനാണ്. 105 ക്വാണ്ടിറ്റി. ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് 483.72 കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് നോക്കാം. എന്നിട്ട് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ എന്നിട്ടൊന്ന് പ്ലേസ് ചെയ്യാം നമുക്ക് മാർക്കറ്റിൽ. നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത് 483 നമ്മളുടെ എൻട്രി കിട്ടിയിരിക്കുന്നത് 483 ലോങ് ഫൈൻ. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻ്റ്. നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ, ഇപ്പോൾ ഇവിടെ ഈ റിജക്ഷൻ വന്ന് മേളിലോട്ട് പോകാൻ ശ്രമിക്കുന്ന ആ ക്യാൻഡിലിൻ്റെ ലോയും ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 34 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് 530
3യുടെ അടുപ്പിച്ച് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ വരും. 533ൻ്റെ അടുപ്പിച്ച് നമ്മളുടെ ടാർഗറ്റ് വരും. ഇപ്പോൾ ട്രേഡ് എടുത്തപ്പോൾ തന്നെ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കാം. സോ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് ഏതായാലും ഇതൊരു നല്ലൊരു കൺവിക്ഷനുള്ള ട്രേഡാണ്. അപ്സൈഡ് തന്നെ മൊമെൻറ്റം ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. ഇപ്പോൾ ഒരു 1200 1300ൻ്റെ അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. 1700 നല്ലൊരു ലോസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 4000 ഓവറോൾ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രേഡും കൂടെ കൂട്ടിയിട്ട് 5000 അടുപ്പിച്ച് ഇപ്പോൾ ലോസ് കാണിക്കുന്നുണ്ട്. 4800 4900ൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ ലോസ് കാണിക്കുന്നുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്താലും സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഫോളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ട്രേഡേഴ്സ് ഇന്ന് ഇതിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. നമുക്ക് ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. നമുക്ക് എൻട്രി കിട്ടിയത് 483.72ലാണ്. അപ്പോൾ 449ഉം 450 ട്രിഗർ വന്നിട്ട് 450യും കൂടെ പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഒരു 1700 2000 അടുപ്പിച്ച് ഇപ്പോൾ ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നില്ലേ, ഒന്ന് റിഫ്രഷ് ചെയ്താൽ ഓക്കെ. എക്സാക്ട്ലി ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് താത്തണോ, ചെറിയൊരു ബഫറും കൂടെ വേണമെങ്കിൽ കൊടുത്തേക്കാം. ഓക്കെ ഫൈൻ, അവിടെ കൊടുക്കാം. കാരണം ചെറിയൊരു സ്പൈക്ക് ചിലപ്പോൾ താഴത്തോട്ട് വന്നിട്ടേ അത് കഴിഞ്ഞ് പിന്നെ മേളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലോ. ഏതായാലും ഞാനൊരു ബഫറിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസും കൂടെ കൊടുത്തിട്ടുണ്ട്. ട്രേഡേഴ്സ് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മളുടെ ഫേവറിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്തേക്കാം, നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് ഒന്ന് വച്ചേക്കാം. 533 ആണ് നമ്മളുടെ ടാർഗറ്റ്. ഇപ്പോൾ ഒരു നല്ലൊരു മൊമെൻറ്റം അപ്സൈഡ് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ലോസിനെയും കൂടെ റിക്കവർ ചെയ്ത ഒരു 1000 റുപ്പീസിൻ്റെയൊക്കെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയതായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല. ഇനിയിപ്പോൾ പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അത് മാത്രമേ ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇവിടുന്ന് ഇപ്പോൾ തിരിയുവാണെന്നുണ്ടെങ്കിലും വേറൊന്നുമല്ല, ഇനിയിപ്പോൾ ഒരു വീക്കെൻഡായിട്ട് ഒരു റെഡിൽ കാണാനൊരു ഇഷ്ടമില്ല മാർക്കറ്റിൽ. അത് മാത്രമേ ഉള്ളൂ. സോ നോക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ നമ്മളുടെ കോസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ആ കോസ്റ്റിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ചെയ്യും, അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാൻഡിൽസ് ഫോം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ക്യാൻഡിൽസും ഒരു റിജക്ഷൻ ടൈപ്പ് ഓഫ് ക്യാൻഡിൽസാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ട്രേഡിങ്? നിങ്ങൾ ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നവരുണ്ടോ, ചെയ്യാത്തവരുണ്ടോ? ട്രേഡ് ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്താണ്? എവിടെ നിന്നാണ് ട്രേഡിംഗ് പഠിച്ചത്? എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് കരിയർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ലോസാണോ പ്രോഫിറ്റാണോ എന്താണെന്നൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് ഇൻട്രാക്ട് ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും. എങ്ങനെയുണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിനോ കമൻ്റ് ഇടുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുകയോ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷനൊക്കെ നടത്താവുന്നതാണ്. സോ ഏതായാലും നോക്കാം ട്രേഡേഴ്സ്. നമുക്ക് ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോൾ. ട്രേഡേഴ്സ് മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റിനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാമെന്നാണ് തോന്നുന്നത്. നമ്മളുടെ കോസ്റ്റിൽ കൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഇനിയിപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നായിരുന്നു. ആ പ്രോഫിറ്റ് കുറഞ്ഞിപ്പോൾ ഒരു 1700 2000 അടുപ്പിച്ച് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു 3000 പ്ലസ് 40 പോയിൻറ്റ്സ് എബവ് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു.
അഗെയിൻ മാർക്കറ്റിൽ നമ്മളുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഏതായാലും നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്തേക്കാം 483.72 484 എന്നുള്ള രീതിയിലാണ് നമുക്ക് നമ്മളുടെ ഈ എൻട്രി കിട്ടിയത്. നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റിൽ തന്നെ കൊണ്ടുവച്ചേക്കാം. ഒരു കാര്യം ചെയ്യാം, 483 ആണ് നമുക്ക് എൻട്രി കിട്ടിയത്. അപ്പോൾ 485ഉം 486ഉം വെച്ചേക്കാം. അപ്പോൾ ചെറുതൊന്നല്ല, നമുക്ക് കോസ്റ്റിൽ തന്നെ എന്നുള്ള രീതിയിൽ തന്നെ പറയാൻ പറ്റും. നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം മാർക്കറ്റ് ഇവിടുന്ന് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, വീണ്ടും മാർക്കറ്റ് തിരിച്ച് മേളിലോട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് പോവുകയാണെങ്കിൽ അത്രയും പോകാനുള്ള ചാൻസസ് പ്രാവശ്യം കൊടുത്തായിരുന്നു, സോറി. അപ്പം ഹൈ ചാൻസസ് ഉണ്ട്. നമുക്ക് ഏതായാലും നോക്കാം. 485ഉം 486. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റിൽ കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെങ്കിൽ കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. ഈ ഒരു ട്രേഡിൽ അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് മേളിലേക്ക് കൊണ്ട് വച്ചേക്കാം. കാരണം ഒരു കൂടെ ഒരു റിജക്ഷനാണ് മേളിൽ നിന്ന് ഫേസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വീക്കെൻഡായിട്ട് ഒരു റെഡിലും അവസാനിപ്പിക്കേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം നല്ലൊരു ഗ്രീൻ ക്യാൻഡിലായി ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇനിയിപ്പോൾ റിജക്ഷൻ ക്യാൻഡിലായി മാറുവാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് ചിലപ്പോൾ താഴത്തോട്ട് വരാനായിരിക്കണം ചാൻസ്. അപ്പം വലിയൊരു ഗ്രീഡിനെസ് കാണിക്കാതെ നമുക്ക് അത്യാവശ്യം എത്ര പോയിൻറ്റ്സ്, ഒരു 30 പോയിൻറ്റ്സോളം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. പറഞ്ഞ മാർക്കറ്റ് കേട്ടെന്ന് തോന്നുന്നത്. അങ്ങനെ തന്നെ റിജക്ഷൻ ക്യാൻഡിലായി മാറുന്നുണ്ട്. എനിവൈസ് നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് റിജക്ഷൻ ക്യാൻഡിലാവുന്ന പോലെ ഉണ്ടല്ലോ ദൈവമേ. ഏകദേശം നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 2000 ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ് ഇന്ന്. ഇപ്പോൾ അത് അങ്ങനെ തന്നെ റിജക്ഷൻ ക്യാൻഡിലായി മാറിയിട്ടുണ്ട്. ഓവറോൾ നമ്മളിന്ന് ഒരു 1000 റുപ്പീസിൻ്റെ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. താങ്ക് യു.